അപ്പം അന്ന് ഞാൻ അനുഭവിച്ച കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. ആ ഒരു ഡേ കഴിഞ്ഞല്ലോ എന്നോർത്ത് ഞാനിപ്പോൾ സമാധാനിക്കുകയാണ് കേട്ടോ. അത്രയും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അത്. ആ ഡേ ഏതാന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാലന്റൈൻസ് ഡേ നമ്മുടെ ഫെബ്രുവരി 14th ആണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഡേ. ഓൾമോസ്റ്റ് നമ്മുടെ ഫെബ്രുവരി ഒരു രസമില്ലാത്ത ഒരു മന്തായിരുന്നു കേട്ടോ. എല്ലാ ഡേയ്സും തന്നെ വലിയ രസം ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ഡേ എനിക്കത് ഓർക്കാനേ വയ്യ ഗായ്സ്. അപ്പം നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു ഡേ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആദ്യം ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്ര ഇറിറ്റേറ്റഡ് ആയിരുന്നു ആ ഒരു ദിവസം മുഴുവനും. ഗായ്സ്, ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു. അന്ന് നമ്മുടെ വട്ടത്താനി അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിന് പോകണം നമ്മൾ തലേ ദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. എല്ലാവരും കുളിച്ചു റെഡിയായി. അപ്പം ഞാനും എഴുന്നേറ്റു. ഞാൻ പല്ലൊക്കെ തേച്ച് തലമുടിയെല്ലാം കഴുകി കുളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ചെറുതായിട്ട് എനിക്ക് വയറ് വേദനിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ ഓർത്തു, എന്താ എനിക്കിങ്ങനെ വയറുവേദന വരാൻ കാരണം ഒന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ഓർത്തു, നമ്മൾ ഈ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പം ഒരു കാരണവും ഇല്ലാതെയാണ് നമുക്ക് ചിലപ്പം വായു പിടിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്തത്, വെറുതെ ഒന്ന് കുഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി, നമുക്ക് വായു പിടിക്കാം, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും നോക്കി നിന്നാൽ മതി, കാരണമില്ലാതെ വരുന്ന ഒരു അസുഖമാണ് വായു പിടുത്തം. അപ്പം ഞാൻ ആദ്യം ഓർത്തു നമ്മുടെ വായു പിടിച്ചതാണെന്ന്. അപ്പം പോയിട്ട് നമ്മുടെ വായു ഗുളിക കഴിച്ചു കേട്ടോ. കഴിച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞു. വേദനയ്ക്ക് ഒരു കുറവുമില്ല. വേദന കുറച്ചും കൂടെ കൂടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ പോയിട്ട് ജീരക വെള്ളം കുടിച്ചു, ഉലുവ വെള്ളം കുടിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള വെള്ളം വരെ ഞാൻ കുടിച്ചു. സാധാരണ വായു പിടിക്കുവാണെങ്കിൽ വായു ഗുളിക കഴിക്കുമ്പോൾ തന്നെ പോവും. അല്ലെങ്കിൽ നമ്മൾ ഈ ജീരകം, ഉലുവ, അങ്ങനെ പട്ടാക്കെല്ലാം വെന്ത ഒരു വെള്ളം കുടിക്കും. അപ്പം വേഗം പോകുന്നതാണ്. പക്ഷേ ഇതൊന്നും കുടിച്ചിട്ടും എൻ്റെ വയറുവേദന പോകുന്നില്ല. അപ്പം എനിക്ക് തോന്നി ഇതിപ്പം വായു പിടിച്ചത് തന്നെയാണോ തോന്നി. അപ്പം ഈ ഭാഗത്താണ് എനിക്ക് വേദന വന്നത്. അപ്പം ഈ ഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയുണ്ടാവും, എനിക്കും പേടിയുണ്ടാവും. ആദ്യം ഓർമ്മ വരുന്നത് അപ്പൻഡിക്സ്, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യമാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പൻഡിക്സ് വരുമ്പോൾ നമ്മുടെ അടിവയറിലായിരിക്കും വേദന. കിഡ്നി സ്റ്റോൺ വരുമ്പം ഈ ഒരു ഭാഗത്താണ് വേദന വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആൾക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാനുള്ള മടി എന്ന് പറഞ്ഞാൽ ഇത്രയും മടി വേറെ ആർക്കും ഉണ്ടാവില്ല. അത്ര മടിയാണ് എനിക്ക് വെള്ളം കുടിക്കാൻ. ഒരു ദിവസം എങ്ങനെ വെള്ളം കുടിക്കാതിരിക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു, വെള്ളം കുടിക്കാത്തതുകൊണ്ട് എനിക്ക് എന്താണ് കിഡ്നി സ്റ്റോൺ എന്നാണെന്ന് പറഞ്ഞത്. അതെങ്ങാനും ആണോ എന്ന് ചോദിച്ചു. അപ്പം മുതൽ എനിക്ക് ടെൻഷൻ തുടങ്ങിയിട്ടോ. ഞാൻ കാരണം വെള്ളം കുടിക്കാറില്ല. അപ്പം നമ്മുടെ വയറൊരു സിംറ്റം തന്നതാണോ എന്നാണ് ഫസ്റ്റ് ഞാൻ ഓർത്തത്. അങ്ങനെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേദന കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. അങ്ങനെ വേദന കുറഞ്ഞു. നമ്മൾ ഒരുങ്ങി അമ്പലത്തിലേക്കൊക്കെ പോയി. അപ്പം അമ്പലത്തിൽ നിൽക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ എത്തി. ഒരു 2 മണി 3 മണി ആയിട്ടുണ്ടാവും ടൈം വന്നിട്ട്. അപ്പം നമ്മൾ എത്തിയ പാടെ ഡ്രസ്സെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേദന ഭയങ്കരമായിട്ട് കൂടി. ഈ ഒരു ഭാഗം എനിക്കിങ്ങനെ പറിച്ചിങ്ങനെ കളയാൻ വരെ തോന്നി. അത്രയ്ക്ക് വേദന എന്ന് പറഞ്ഞാൽ എന്നെ നിലത്ത് നിർത്തുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, ഒരു 5-10 മിനിറ്റ് പോയിട്ട് കിടന്ന് നോക്ക്, കമന്ന് കിടന്ന് നോക്കുന്നൊക്കെ. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കമന്നും എല്ലാ ടൈപ്പ് കിടത്തവും കിടന്നിട്ട് എൻ്റെ വേദന എനിക്ക് കുറയുന്നേ ഇല്ല കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ നെട്ടോട്ട് ഓടുകയാണ്. പിന്നെ ലാസ്റ്റ് കരച്ചിലാണല്ലോ. അപ്പം വേദന എടുത്തെടുത്ത് ലാസ്റ്റ് ഞാൻ കരച്ചിലെത്തി. അത്രയ്ക്ക് വേദനയായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഒരു വേദന വന്നിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനൊരു വയറുവേദന എനിക്ക് മുമ്പ് ഇതുവരെയും വന്നിട്ടില്ല. അത്ര വേദന എന്ന് പറഞ്ഞാൽ വേദന തിന്ന് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. അത്രത്തോളം വേദന ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു വേദനയായിരുന്നു അത്. കരയാൻ തുടങ്ങി ഗായ്സ്. അപ്പം കരഞ്ഞിട്ട് എനിക്കറിയില്ല ഞാൻ എന്താ പറയേണ്ടതെന്ന്. വെള്ളം കുറച്ച് കുടിച്ചു, ഒക്കെ നോക്കിയിട്ടും ഈ വേദന എന്ത് ചെയ്താൽ കുറയുന്നില്ല. എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാന്ന് ലാസ്റ്റ് തീരുമാനിച്ചു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഗായ്സ്. ഇപ്പം ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ചു അല്ലേ. അപ്പം നമ്മളോട് അമ്മച്ചി പറഞ്ഞു വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാൻ. അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞാറ്റിയും കൂടിയാണ്, പൈങ്കിളിയും കൂടിയാണ് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒന്നെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ,
അല്ലെങ്കിൽ നമ്മുടെ വേറെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലേക്കല്ല നമ്മൾ പോകുന്നത് ഹോമിയോപ്പതിയിലേക്കാണ് കേട്ടോ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഹോമിയോപ്പതി ഗുളികകൾ മാത്രമാണ് നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹോമിയോപ്പതി ഗുളിക എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ പഞ്ചാര ഗുളിക കേട്ടോ, അത്ര സ്വീറ്റാണ് നമ്മുടെ പഞ്ചാര ഗുളിക. ആ ഒരു ഗുളിക കാണുമ്പോൾ ഓർക്കും അതിന് ഇത്രയും പവർ ഉണ്ടോ എന്നുള്ളത്. അത് ഞാൻ വഴിയെ പറയാം. അങ്ങനെ നമ്മൾ ഹോമിയോപ്പതിയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി ഡോക്ടറാണ് പ്രതാപൻ ഡോക്ടർ. അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊരു പനി ആയിക്കോട്ടെ, ചുമ ആയിക്കോട്ടെ, എന്ത് വന്നാലും നമ്മൾ പോകുന്നത് ഹോമിയോപ്പതിയിലേക്കാണ്. അങ്ങനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടോ. എങ്ങനെയെങ്കിലും എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് എത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയും വേദനയാണ്. ആ വേദന എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രത്തോളം വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിയ പാടെ മമ്മയാണ് പറഞ്ഞത് വയറുവേദനയാണ്. അപ്പോൾ ഡോക്ടർ ആദ്യം ചോദിച്ചു വോമിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വോമിറ്റിംഗ് ഇല്ല. വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് അപ്പൻഡിക്സിൻ്റെ ആയിരിക്കും. അപ്പൻഡിക്സിൻ്റെ ഒരു സിംറ്റമാണ് കേട്ടോ ഈ വോമിറ്റിംഗ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഫുഡിനോട് അങ്ങനെ ഒരു എന്താ പറയുക, ഫുഡ് കഴിക്കാതിരിക്കാൻ തോന്നല്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പൻഡിക്സ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഡൗട്ട് കിഡ്നി സ്റ്റോൺ ആണോ എന്നാണ്. കാരണം നമ്മുടെ കിഡ്നി സ്റ്റോൺ വരുന്നത് ഈ ഒരു ഭാഗത്താണല്ലോ. അപ്പം ഇത് ഡോക്ടർ പറഞ്ഞു എവിടെയാ പെയിൻ കറക്റ്റ് എവിടെയാ ഉള്ളതെന്ന് പറയാൻ. അപ്പം എനിക്ക് വേദന കറക്റ്റ് വന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്താണ് വേദന വന്നത്. ഇവിടെ കുറച്ച് ഇച്ചിരി താഴെയായിട്ട് ഇതാ ഈ ഒരു ഭാഗത്താണ് കറക്റ്റ് എനിക്ക് വേദന വന്നത്. ആ വേദന ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെയാണ് എനിക്ക് ആദ്യം തോന്നിയത്. അങ്ങനെ ഡോക്ടറിനോട് ഫുൾ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡോസ് നമ്മുടെ പഞ്ചാര ഗുളിക തന്നു കേട്ടോ. പഞ്ചാര ഗുളിക തന്നു. നമ്മൾ ഫസ്റ്റ് ഡോസ് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ടും എൻ്റെ വേദന കുറയുന്നില്ല. ഭയങ്കരമായിട്ട് ഒന്നും കൂടെ കൂടുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ പിന്നെ കരയാൻ തുടങ്ങി. അറിയാലോ ഗായ്സ്, അപ്പം നമുക്ക് വേദന കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. എന്താ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല, കിടക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു സ്ഥലത്ത് നമ്മളെ നിർത്താൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ വേദന വന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഡോക്ടർ നമുക്ക് സെക്കൻഡ് ഡോസ് തന്നു കേട്ടോ. അതും കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവുമില്ല. അത്ര വേദനയായിരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്കൊരു പൊടി തന്നു കേട്ടോ. അങ്ങനെ പൊടിയും കഴിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇറങ്ങി ഓടാനോ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അത്രത്തോളം വേദന എന്ന് പറഞ്ഞാൽ അത്രത്തോളം വേദനയാണ്. ലാസ്റ്റ് എനിക്ക് നമ്മളെ വീട്ടിൽ ചെന്ന പാടെ കഴിക്കാനുള്ള കുറച്ച് പഞ്ചാര ഗുളികയും പൊടിയെല്ലാം തന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വേദന ഒന്നും കൂടെ കൂടി. അപ്പം ഞാൻ ഓർത്ത് ഇനി വീട്ടിൽ കയറിയിട്ടാണ് എനിക്ക് വേദന കൂടുന്നതെന്ന്. അത്രയും വേദനയായിരുന്നു. എൻ്റെ മമ്മ പറഞ്ഞു ഒരു 5 മിനിറ്റെങ്കിലും പോയി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോയി. ഉറങ്ങി അങ്ങനെ കിടക്കുന്ന സമയത്ത് ഏതൊരു വശത്തേക്ക് നമ്മൾ കിടന്നിട്ടും നമ്മുടെ വേദന എന്ത് ചെയ്താൽ കുറയുന്നില്ല കേട്ടോ. അങ്ങനെ കട്ടിൽ നിറങ്ങി അടുക്കളയിലേക്ക്, അവിടുന്ന് നേരെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞായിരുന്നു ചെന്ന പാടെ നമ്മളോട് ചൂട് പിടിക്കാൻ. അപ്പം അമ്മ എനിക്കൊരു വാട്ടർ ബോട്ടിൽ നല്ല ചൂടുള്ള വെള്ളം തന്നു ഇവിടെ ചൂട് പിടിക്കാൻ. അങ്ങനെ ഒരു 5 to 10 മിനിറ്റ്സ് ഞാനത് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തു, ചൂട് പിടിച്ചു. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ വേദന ഒരു കുഞ്ഞിതായിട്ട് ഒരു ചെറിയൊരു പൊടി പോലെ കുറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഇച്ചിരി കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മമ്മ എനിക്ക് ചായ കുടിക്കാൻ തന്നു. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കുറഞ്ഞു. പിന്നെ ഞാൻ വന്നിട്ട് എങ്ങനെയോ കുറച്ചൊരു 5-10 മിനിറ്റ് കിടന്നിട്ട് ഞാൻ വീണ്ടും എഴുന്നേറ്റപ്പം എനിക്ക് വേദനയില്ല. ഒരു ചെറിയൊരു മണൽത്തരീൻ്റെ സ്പോട്ടിലുള്ളൊരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ള നമുക്ക് തന്ന ഗുളിക, പഞ്ചാര ഗുളിക കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേദന ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെ എന്താ പറയുക, ഡോക്ടറിനോട് നന്ദിയാണോ പറയണ്ടേ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. എന്തോരം നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അത്രയും വലിയ വേദനയായിരുന്നു വന്നത്. അത് പോയി. അപ്പം ആ വേദനയുടെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ ഗായ്സ്? ഇപ്പം മിറാക്കിൾ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അത്രയും വലിയൊരു വേദനയെന്ന് ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഡോക്ടറിനോട് എന്തോരം താങ്ക് യു നമ്മൾ പറഞ്ഞാലും തീരില്ല. ഇപ്പോഴും കൂടെ പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു വരും. കാരണം
എത്ര വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. അതിങ്ങനെ കണ്ടു നിൽക്കുന്നവർക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ഇവരും ടെൻഷനാണ്. ഞാൻ മൊത്തത്തിൽ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഡോക്ടറിൻ്റെ പ്രാർത്ഥനേൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഫലമായിട്ടാണ് എൻ്റെ വേദന, വയറുവേദന മുഴുവനായിട്ടും പോയത് കേട്ടോ. എനിക്കത് ഓർക്കാനേ വയ്യ, അത്രയും എനിക്കറിയില്ല. എനിക്കിപ്പം ഒരു പെയിനും ഇല്ല, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഞാൻ നല്ല കുട്ടിയായിട്ട് ഇപ്പം എല്ലാ ദിവസവും വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എന്തോരം ടൈം, ഒരു ഡേ ഫുൾ ബിസി ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വെള്ളം മസ്റ്റായിട്ടും കുടിച്ചിരിക്കണം. അപ്പം നമ്മുടെ ഈ വേദനേൻ്റെ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, നീർക്കെട്ടാണ്. അപ്പം നിങ്ങൾ പറയുമ്പോൾ ആരും വിശ്വസിക്കില്ലായിരിക്കും. വയറിൽ ഈ ഒരു ഭാഗത്തായിട്ട് നീർക്കെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഈ വയറിൻ്റെ ഈ ഭാഗത്ത് നീര് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ ഗുളിക ഞാൻ 2 പ്രാവശ്യം അവിടുന്ന് ഇവിടെ വന്നിട്ടും കഴിച്ച ആ ഒരു 2 പ്രാവശ്യം കഴിക്കലിനാണ് എൻ്റെ ഈ നീർക്കെട്ട് മൊത്തത്തിൽ പോയത്. അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടേയില്ല. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ഹോമിയോ, പിന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ പ്രാർത്ഥനയും എല്ലാം കൊണ്ടും. അപ്പോൾ ഹോമിയോപ്പതി എല്ലാവർക്കും കാണുമ്പോൾ വലിയ പുച്ഛാണ്. ഹോമിയോയും കൊണ്ട് എന്താക്കാനാണ്, അത് കുറയോ, ഇത്രയുള്ളൊരു ഗുളികയും കൊണ്ട് എന്താവാനാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതുവരെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പറയുകയാണ്, ഹോമിയോ ആണ് നമ്മുടെ മേത്ത് മുഴുവനും ഉള്ളത്. കാരണം ഏതൊരു അസുഖത്തിനും നമ്മുടെ ഹോമിയോയിൽ മരുന്നുണ്ട്. അപ്പം നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ഹോമിയോപ്പതി തന്നെ ചൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഹോമിയോപ്പതിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ബാക്കിയുള്ള എല്ലാ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മുടെ ഹോമിയോപ്പതിക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല, നമ്മുടെ ബോഡിക്ക് ഒരു ഹാമും ഇല്ല. അപ്പം അത്രയും നല്ലതാണ് നമ്മുടെ ഹോമിയോ. അപ്പം ഈ ഒരു ഹോമിയോ ഇപ്പം ഞാൻ ആ ഒരു ടൈമിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഓർത്തു. എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പരീക്ഷണ വസ്തുവായിരിക്കും. ഞാൻ ഓപ്പറേഷൻ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. എനിക്കില്ലാത്ത അസുഖങ്ങളേ ഉണ്ടാവില്ല. അപ്പം എനിക്ക് വന്ന അസുഖത്തിൻ്റെ പേരാണ് നീർക്കെട്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് പെയിൻ വന്നാൽ എല്ലാവരും പറയും കിഡ്നി സ്റ്റോൺ ആണ്, അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആണെന്നൊക്കെ. എന്നാൽ അതൊന്നും അല്ല കേട്ടോ. നമുക്ക് ഓരോ സ്പോട്ടിലും വയറിലാണല്ലോ എവിടെ വേദന വന്നാലും അത് കിഡ്നി സ്റ്റോൺ ആവണമെന്നില്ല, അപ്പൻഡിക്സ് ആവണമെന്നില്ല. ഇപ്പം അതൊന്നും അല്ല, നീർക്കെട്ടായിരുന്നു. അപ്പം ഇവിടെ വേദന വരുന്നവർ ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുവാണെങ്കിൽ അത് നീർക്കെട്ടാണ്, അല്ലാതെ കിഡ്നി സ്റ്റോണും അപ്പൻഡിക്സും ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഡോക്ടറിൻ്റെ മരുന്നെല്ലാം കഴിച്ച് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ആ ഒരു ടൈമിൽ ഞാൻ അനുഭവിച്ച കാര്യം എന്ന് പറയുമ്പം എനിക്കത് ഓർക്കാനേ വയ്യ. ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഓരോ മൊമെൻറ്റിലും നമുക്ക് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഡേ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തിട്ടേ ഇല്ല. വാലന്റൈൻസ് ഡേൻ്റെ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചിരുന്ന എനിക്കാണ് അന്ന് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. ആ ഒരു ഡേ ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അസുഖം എന്തെങ്കിലും ഒന്ന് വരുമ്പം, ഇങ്ങനെയുള്ള എന്തെങ്കിലും വരുമ്പം നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആവും. അത് കുറഞ്ഞിട്ടാണ് നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോക്ടർ കാരണമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം. ആദ്യം തന്നെ നമ്മുടെ ഡോക്ടറിനോട് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം ഡോക്ടർ രക്ഷിക്കുകയാണ് ചെയ്തത് ഇത്രയും വലിയൊരു വേദനയെന്ന്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ ഞാൻ ഓൾറെഡി നിങ്ങളിപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മൾ ഹോമിയോപ്പതി തന്നെയാണ്, വീട്ടിലെല്ലാവരും തന്നെ കേട്ടോ. അങ്ങനെ ഹോമിയോപ്പതി നമ്മളെ രക്ഷിച്ചു. ഇതുവരെ നമ്മളെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഹോമിയോപ്പതിൻ്റെ വേറൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ വേറൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു, വേറെ ഒരു അസുഖം. അതിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോക്ടറിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എല്ലാ ഒരു വേദനയും അപ്പൻഡിക്സും കിഡ്നി സ്റ്റോണും ഒന്നും അല്ല കേട്ടോ. ഇവിടെ നീർക്കെട്ടിൻ്റെ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ ഒരു ഭാഗത്ത് ഇവിടെ നിന്ന് നമുക്ക് ഇച്ചിരി സ്പ്രെഡ് ആവും. പിന്നെ നമ്മുടെ വയറിൽ നീരുണ്ടാവും നൈസായിട്ട്. അപ്പം നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അത്രയും ആ ഒരു ഡേ ഞാൻ അനുഭവിച്ച കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഓർത്തു. ഒരുപാട് നാളായി അത് പറയണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഹോമിയോപ്പതി എൻ്റെ ജീവൻ തന്നെയാണ്, ലൈഫാണ്, എൻ്റെ ഹാർട്ടാണ്, എൻ്റെ കിഡ്നിയാണ്, എൻ്റെ എല്ലാം ആണ് കേട്ടോ ഹോമിയോപ്പതി. അത്രയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ഹോമിയോപ്പതിയിൽ. വിശ്വസിക്കുന്നവർക്ക് മിറാക്കിൾസ് കാണാനും സാധിക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സേഫായി വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ.